അത്തനേഷ്യസ് ട്രോഫിക്ക് വേണ്ടിയുള്ള 22ാമത് അഖിലേന്ത്യാ ഇന്റർ സ്കൂൾ ഇൻവിറ്റേഷൻ ഫുട്ബോൾ ടൂർണമെന്റ് ജനുവരി 4-ന് ആലുവ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ ആരംഭിക്കും. വൈകിട്ട് 4-ന് ഒളിമ്പ്യൻ ജിൻസി ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്യും. ഉദ്ഘാടന ദിനത്തിൽ ആലുവ തൃക്കുന്നത്ത് സെന്റ് മേരീസ് ദേവാലയത്തിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന പരിശുദ്ധനായ പൗലോസ് മാർ അത്തനാസിയോസ് വലിയ തിരുമേനിയുടെ കബറിടത്തിൽ നിന്ന് കൊളുത്തിയെടുക്കുന്ന ദീപശിഖ ആലുവ ഫുട്ബോൾ അക്കാദമിയിലെ കുട്ടികൾ നഗരം ചുറ്റി ഗ്രൗണ്ടിലെത്തിക്കും. മാർ അത്തനേഷ്യസ് ട്രോഫി ഫുട്ബോൾ ഇന്റർ സ്കൂൾ ഫുട്ബോൾ ടൂർണമെൻറ്റിൻ്റെ നാഷണൽ ലെവലിലുള്ള 22ാമത്തെ ടൂർണമെൻറ്റാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. നമ്മൾ 5-ാം തീയതി ടൂർണമെൻറ്റ് ആരംഭിക്കും. അതിനു മുമ്പ് ഒരു മിനി മാറ്റ് ഫുട്ബോൾ ടൂർണമെൻ്റ് ഉണ്ട്, എല്ലാ വർഷവും ഉള്ളതുപോലെ. ആദ്യം മുതൽ 2000 മുതൽ തന്നെ ഒളിമ്പ്യന്മാർ മാത്രം ഉദ്ഘാടനം ചെയ്തിട്ടുള്ള ഒരു ടൂർ. ഇത്തവണ ജിൻസി ഫിലിപ്പ് സ്പ്രിൻ്റർ ആണിയാണ്. അവർ ഒളിമ്പിക്സിൽ പങ്കെടുത്തിട്ടുള്ള ഒരു ഇന്ത്യയുടെ അഭിമാനമായ ദ്രോണാചാര്യമാണ് കിട്ടിയിട്ടുള്ള അത് ഒരു പ്രത്യേകതയാണ്. ഈ ടൂർണമെൻറ്റ് ഒളിമ്പ്യന്മാർ മാത്രം ഉദ്ഘാടനം ചെയ്തിട്ടുള്ള ഒരു നാഷണൽ ഫുട്ബോൾ ടൂർണമെൻറ്റ്. മുതിർന്ന ഫുട്ബോൾ താരങ്ങൾ ദീപശിഖ കൈമാറി. മുൻ സന്തോഷ് ട്രോഫി കളിക്കാരനായ വാൾട്ടർ ആന്റണി ഗ്രൗണ്ടിൽ ദീപം പ്രകാശിപ്പിക്കുന്നതാണ്. മത്സരിക്കുന്ന ടീമുകളുടെ പ്രഖ്യാപനം സന്തോഷ് ട്രോഫി മുൻ താരം സോളി സേവ്യർ നിർവഹിച്ചു. GMB ഹയർ സെക്കൻഡറി സ്കൂൾ കുന്നംകുളം, ഗവൺമെന്റ് സ്പോർട്സ് സ്കൂൾ പനമ്പള്ളി നഗർ, ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂൾ ഒക്കൽ, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വാഴക്കുളം, മാർ ബേസിൽ ഹയർ സെക്കൻഡറി സ്കൂൾ കോതമംഗലം, തർബിയത്ത് ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മൂവാറ്റുപുഴ, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കുട്ടമശ്ശേരി. ടൂർണമെന്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് എനിക്ക് തോന്നിയത് ഇത്രയും അച്ചടക്കവും ഇത്രയും കൃത്യതയോടും കൂടി നടത്തുന്ന ഒരു ടൂർണമെന്റ് ഇന്ന് ഇന്ത്യയിൽ തന്നെ സ്കൂൾ ലെവലിൽ ഒരു തരത്തിലുണ്ട്. കേരളത്തില് ടൂർണമെന്റുകൾ ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ കേരളത്തിലെ കുട്ടികൾക്ക് കളിക്കാനായി തുടങ്ങിയ ഗ്രാസ് റൂട്ട് ലെവല് പരിശീലനം ആരംഭിച്ച എന്റെ അറിവില് ആ 24 വർഷം മുൻപാണ് ഗ്രാസ് റൂട്ട് ലെവല് പരിശീലനങ്ങൾ ആദ്യമായിട്ട് ആലുവയിലും തേവരയിൽ CC ജേക്കബിന്റെ നേതൃത്വത്തിലാണ്. 16 സ്കൂൾ ടീമുകളാണ് മത്സരിക്കുന്നത്. കൂടാതെ 10 ടീമുകളെ പങ്കെടുപ്പിച്ച് മിനി മാറ്റ് മത്സരവും നടത്തും. മത്സര വിവരങ്ങൾ നഗരസഭാ ചെയർമാൻ MO ജോൺ, മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം MM ജേക്കബ്, ചിന്നൻ ടി പൈനാടത്ത് MN സത്യദേവൻ, P പൗലോസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നമ്മൾ ഓൾ ഇന്ത്യ ടൂർണമെന്റ് ആയിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് പുറത്തുനിന്ന് പറഞ്ഞമാരെ ടീമില്ലാതിരുന്ന ഓൾ ഇന്ത്യ ടൂർണമെന്റ് ആവുമല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഈ 2 ടീമിനാണ് ഈ തവണ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 4 ടീം അവർ എൻട്രി എടുത്തായിരുന്നു. അവസാനം ബോർഡ് എക്സാമിനേഷൻ വന്നപ്പോൾ 10th-ലും 12th-ലുള്ള കുട്ടികൾക്ക് അവിടുന്ന് പോരാനുള്ള ബുദ്ധിമുട്ട് കാരണമാണ് ആ 2 പേര് വിഡ്രോ ചെയ്തത്. എന്നാലും നമുക്ക് നല്ല സ്റ്റാൻഡേർഡുള്ള ഈ അക്കാഡമികളെല്ലാം പല സ്കൂളുകളും അറ്റാച്ച് ചെയ്തുകൊണ്ട് എല്ലാ ടീമുകളും നല്ല സ്റ്റാൻഡേർഡുള്ള ടീമുകളാണ്. അപ്പോൾ തന്നെ 6 ടീമാണ് മലപ്പുറത്ത് നിന്ന് എൻട്രി ചോദിച്ചത്. നമുക്ക് 4 ടീമിനെ കൊടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ പല സ്ഥലങ്ങളിൽ നിന്നും അതുപോലെ തന്നെ നല്ല ടീമുകൾ ചോദിച്ചിരുന്നു. അതുകൊണ്ട് നല്ല മത്സരം തന്നെ ഇത്തവണ ടീമുകൾ കാഴ്ചവെക്കുന്ന ഷുവറാണ്. പിന്നെ പറഞ്ഞ പോലെ മിനി ടൂർണമെൻറ്റ് നമ്മൾ ഇതിൽ മെയിൻ ടൂർണമെൻറ്റിൽ കളിക്കാൻ ചാൻസ് കൊടുക്കാൻ പറ്റാത്തവരെയാണ് നമ്മൾ കുന്നംകുളത്തു നിന്നും പാലക്കാട് നിന്നൊക്കെ അവർ ചോദിച്ചപ്പോൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്ത്. മറ്റേ മെയിൻ ടൂർണമെൻറ്റിൽ 16 ടീമും മറ്റേതിൽ 10 ടീമും വെറ്ററൻസിൽ 6 ടീമാണ് ഇതിൽ പങ്കെടുക്കുന്നത്. തുടങ്ങുന്നത് മിനി ടൂർണമെൻറ്റ് 1-ാം തീയതി തുടങ്ങും. അതിൻ്റെ ഫൈനൽസ് നമുക്ക് 1-ാം തീയതി പുസ്തകമൊക്കെ തുറന്നു വരുന്ന കാരണം കൊണ്ട് നമ്മൾ ആ 4 ദിവസം കൊണ്ട് ആ കളി നിർത്തിയിട്ട് ഫൈനൽസ് 8-ാം തീയതി ആ മെയിൻ ടൂർണമെൻറ്റിൻ്റെ ഇടയിലാണ് വെച്ചിരിക്കുന്നത്. അതുപോലെ മെയിൻ ടൂർണമെൻറ്റ് 5-ാം തീയതിയാണ് തുടങ്ങുന്നത്. അത് 23-ാം തീയതി എല്ലാ കൊല്ലവും നമ്മൾ ഫസ്റ്റ് സൺഡേ ജാനുവരി 1st സൺഡേ തുടങ്ങി 23-ാം തീയതി ഡെഫിനറ്റായിട്ട് ഫൈനൽ നടക്കും. അതെന്ന് വെച്ചാൽ ഞങ്ങളെ മാർ അത്തനേഷ്യസ് ബിഷപ്പിൻ്റെ ഫീസ് നടക്കുന്നത് 26-നാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ 2 ദിവസം മുമ്പ് ഇത് തീരത്തക്ക വിധത്തിലാണ് എല്ലാ കൊല്ലവും നമ്മൾ നടത്തി വരുന്നത്. ശരിക്കും നമ്മുടെ ആലുവ നിവാസികളുടെയും ആലുവയിലെ പത്രക്കാരുടെയും ഒക്കെ നിർലോഭമായ പിന്തുണയും സഹകരണവും നമുക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ അഭിമാനത്തോടെ പറയുക. അങ്ങനെ ഒരു ടൂർണമെൻ്റ് ആക്കി വളർത്തിയെടുക്കാൻ കഴിഞ്ഞത് പിന്നെ നമ്മുടെ ചെയർമാൻ പറഞ്ഞതുപോലെ അഹോരാത്രം പ്രവർത്തിയെടുക്കുന്നൊരു വ്യക്തിത്വമാണ് MM ജേക്കബ്. ഈ വർഷത്തിൽ മിക്കവാറും ദിവസങ്ങളിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇതുപോലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോഴും
തുടരുന്നു എന്നുള്ളത് വാസ്തവത്തിൽ പുതിയ തലമുറയ്ക്ക് മാതൃകയാകേണ്ട ഒരു സംഗതിയാണ്. പ്രാദേശികമായ ടീമിനെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് മിനി മാച്ച് എന്ന് പറയുന്ന ഒരു ടൂർണമെന്റ് നമ്മൾ ആരംഭിച്ചത്. പക്ഷേ എറണാകുളം ജില്ലയ്ക്ക് പുറത്ത് പിന്നെ ഈ തവണ കുന്നംകുളത്തൊന്നും ഒക്കെ ടീമുണ്ട്. അതിന്റെ കാരണം ജയിക്കുമെന്നുള്ള പ്രഷറാണ്. മെയിൻ ടൂർണമെന്റിൽ കളിക്കാൻ അർഹതയുള്ള പല ടീമുകൾ പോലും മിനി മാച്ചിലെങ്കിലും ഞങ്ങളെ ഉൾപ്പെടുത്തണം എന്ന് അഭ്യർത്ഥിക്കുമ്പോൾ ഒഴിവാക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ അങ്ങനെ പ്രാദേശിക ടീമുകളെ വെച്ച് നടത്തിക്കൊണ്ടിരുന്ന മിനി മാച്ച് ടൂർണമെന്റ് പോലും നിലവാരം ഉയർന്ന ഒന്നിലേക്ക് മാറുകയാണ്. പിന്നെ ഉള്ളൊരു സത്യം, നമ്മുടെ 16 ടീമുകളും കേരളത്തിൽ നിന്ന് തന്നെ എടുക്കാൻ കഴിയുന്ന അത്രയും പ്രാപ്തിയുള്ളവരും കഴിവുള്ളവരും മത്സര ബുദ്ധിയുള്ളവരും ഒക്കെ ആയിട്ടുള്ള ടീമുകൾ കേരളത്തിൽ തന്നെ ഉണ്ട്. ഇത്തവണ നിങ്ങൾ ആ ലിസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ 4 ടീം മലപ്പുറത്ത് തന്നെ ഉണ്ട്. കഴിഞ്ഞ തവണ ഫസ്റ്റും സെക്കൻഡും ട്രോഫി കരസ്ഥമാക്കിയത് മലപ്പുറത്ത് നിന്നുള്ള 2 ടീമുകളാണ്. പൗര ന്യൂസ് ബ്യൂറോ, ആലുവ.